ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീന ബിറിദല്ലാഹ്. ഏറ്റവും പ്രിയ നിറഞ്ഞ ഉസ്താദോ, മറ്റു എൻ്റെ വേദിയിൽ സന്നിഹിതരായ മുതഅല്ലിം സുഹൃത്തുക്കളെ, അസ്സലാമു അലൈക്കും. ഞാനിന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ സംവദിക്കാനുള്ള വിഷയം ലഹരിയിൽ നുരയുന്ന കൗമാര ജീവിതത്തെക്കുറിച്ചാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘട്ടമാണോ കൗമാരം എന്നുള്ളതോ? ആലോചനകളും അനുഭവങ്ങളും അവസരങ്ങളും ഏറെ നിറഞ്ഞ ഒരു നല്ല കാലം. എന്നാൽ ഒരിക്കലും സാധ്യമാക്കാത്ത പ്രശ്നങ്ങളെ ആവശ്യമാക്കുന്ന ഒരു ഘട്ടം. ഞാൻ പറഞ്ഞു വരുന്നതോ ഈ കാലഘട്ടത്തോ പിടിപെടുന്ന അതിഭീമവും ഭീതിതവുമായ ഒരു വലിയ പ്രശ്നത്തെക്കുറിച്ചാണ്. അതാണ് ദ ഡ്രഗ്സ്, ലഹരി എന്നുള്ളത്. ലഹരിയെക്കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ആകർഷണവും പശ്ചാത്തലവും എത്രമാത്രം സമൂഹത്തിലും മതത്തിലും ഹാനികരമാണ് എന്നതിനെക്കുറിച്ച് നാം ചിന്തിക്കേണ്ടതുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇന്നമൽ ഖംറു വൽ മൈസിറു വൽ അൻസ്വാബു വൽ അസ്ലാമു റിജ്സും മിൻ അമലി ശൈത്താൻ. എത്ര വ്യക്തമായിട്ടാണ് അല്ലാഹു തആല നമ്മോട് വിശേഷിപ്പിച്ചിട്ടുള്ളത്. മാസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്തോ ഒരു ഗ്രഹനാഥൻ ജീവനൊടുക്കി. സന്തോഷത്തോടെ ജീവിച്ച കുടുംബത്തിലുണ്ടായിരുന്ന ഒരു ദുരന്തത്തിന് കാരണമായിരുന്നു അതോ. തൻ്റെ മകൻ കഞ്ചാവിനടിമയാണെന്നറിഞ്ഞ് മനസ്സ് മരവിച്ചു പോയ പിതാവിൻ്റെ നൊമ്പരമായിരുന്നു അതോ. സമകാലിക സാഹചര്യത്തെ നമ്മൾ പരിശോധിച്ച് നോക്കുകയാണെങ്കിൽ അത്ര ശുഭകരമായ വാർത്തയല്ല നാം കണ്ടുകൊണ്ടിരിക്കുന്ന പുതിയ കണക്കുകൾ നമ്മോട് സൂചിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ 75% വിദ്യാർത്ഥികളും ഒരു തവണയെങ്കിലും ലഹരിക്കടിമകളാണെന്നെത്തിക്കുന്ന റിപ്പോർട്ടുകളാണ്. ന്യൂനതമായ വകഭേദങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് തന്നെ ലഹരിയുടെ രൂപവും ഒരുപാട് മാറിയിട്ടുണ്ട്. കള്ളിനും കഞ്ചാവിനും പകരം ഒപ്പിയും ബ്രൗൺ ഷുഗറും മസ്താക്കും തരത്തിലുള്ള ഗം പദാർത്ഥങ്ങളുമാണ് ലഹരി ഉപഭോക്താക്കളുടെ ഇഷ്ടവസ്തുക്കളാകുന്നത്. എന്തുകൊണ്ടാണ് ലഹരി കേസുകൾ നിരന്തരം വർദ്ധിച്ചു കൊണ്ടിരിക്കുന്നത്? നമ്മുടെ രാജ്യത്തോ ലഹരി വിരുദ്ധ ക്യാമ്പയിനുകളില്ലേ, മാഫിയ തടയാനുള്ള എക്സൈസ് സംവിധാനങ്ങളില്ലേ. എന്നാൽ ലഹരി വർധനവ്, അറുതി വിരുദ്ധ ഇതുവരെ സർക്കാരിനോ സന്നദ്ധ സ്ഥാപനങ്ങൾക്കോ സാധിച്ചില്ല എന്നതാണ് വസ്തുത. ലഹരിയുടെ വർധനവ് എത്രത്തോളം എന്ന് വെച്ചാൽ, മയക്കുമരുന്ന് തടയാൻ സമയം വൈകിയാൽ തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം നശിച്ചു പോകുന്ന ലഹരി വസ്തുക്കൾ. ക്ലാസ് മുറിയിലെ അവസാനത്തെ ബെഞ്ചിലിരുന്നോ തല പൊക്കാനാകാതെ മതികെട്ടുറങ്ങുന്ന ഒരു 14-കാരനെയാണോ നാം കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ലഹരിയുടെ ശൃംഖല എന്നോ നമ്മൾ വിശ്വസിക്കുന്നതിന് അപ്പുറമാണോ. ഉന്നതമാനങ്ങൾ കൈവരിക്കുന്ന രാഷ്ട്രീയ നേതാക്കളും സമ്പന്നരും ഇതോടുകൂടെ തന്നെ കഷ്ടതയുടെ ഓരം വച്ച് ജീവിക്കുന്ന അരുതായ്മയുടെ കെണുവലയിൽ പെട്ടുപോയ മനുഷ്യർ വരെയുണ്ട്. ഇത്തരം മനുഷ്യരെ വീണ്ടെടുക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. ഒരു മനുഷ്യനും ജന്മനാൽ കുറ്റവാളിയല്ല, സാഹചര്യമാണ് അവനെ നശിപ്പിക്കുന്നത്. ഇത്തരം സാഹചര്യങ്ങളിലേക്ക് എത്തിക്കുന്ന തങ്ങളുടെ മഹികളെ വീണ്ടെടുക്കാനാണ് നാം ശ്രമിക്കേണ്ടത്. പ്രാദേശിക കുറ്റവാളികളെ തിരഞ്ഞുപിടിച്ച് ജയിലിൽ അടക്കുന്നതിന് പകരം തലപ്പത്തിരിക്കുന്ന ലഹരി മാഫിയ സംഘങ്ങളെ തുരത്താനുള്ള നടപടികളുമായി സർക്കാർ മുന്നോട്ട് വരേണ്ടതുണ്ട് എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ